മുൻപൊരിക്കൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു മാത്സ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 100 രൂപയ്ക്ക് ഒരു മാസം 1 രൂപ പലിശ ലഭിക്കുമെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? ഇവിടെ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് പലിശ നിരക്ക് എന്ന് പറയുന്നത് 12 മാസത്തെ പലിശയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു മാസത്തെ പലിശ നിരക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, യഥാർത്ഥ പലിശ നിരക്ക് കിട്ടും. നമുക്ക് 100 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 100 രൂപയ്ക്ക് 1 രൂപ പലിശ കിട്ടുമെങ്കിൽ ശതമാനം എത്രയാണ്? ഇൻറ്റു 100. 100 രൂപയ്ക്ക് 1 രൂപ പലിശ ലഭിച്ചാൽ പലിശ നിരക്ക് സമം 1/100 × 100 ഈക്വൽ ടു 100ഉം 100ഉം ക്യാൻസൽ ചെയ്തു പോകും, 1%. അതായത് ഒരു മാസം 1%. അങ്ങനെയെങ്കിൽ വാർഷിക പലിശ നിരക്ക് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഇതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 1 × 12 എന്ന് പറയുന്നത് 12% തന്നെയാണ്. 100 രൂപയ്ക്ക് മാസം 1 രൂപ പലിശ ലഭിക്കുമെങ്കിൽ പലിശ നിരക്ക് എന്ന് പറഞ്ഞത് 12%.